ദ ജേർണലിസ്റ്റിലേക്ക്. ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ച അതിദയനീയമായാണ് പരാജയപ്പെട്ടത്. ഇറാനെ തങ്ങളുടെ വരുതിയിൽ നിർത്താം എന്നുള്ള അമേരിക്കയുടെ വ്യാമോഹങ്ങൾ ഇറാൻ്റെ ഇച്ഛാശക്തിക്കും ഉറച്ച നിലപാടിനും മുന്നിൽ തകർന്നു തരിപ്പണമാവുകയായിരുന്നു. ഇനിയുള്ള ഒരാഴ്ചക്കാലം അതീവ നിർണായകമാണ്. കാരണം ഈ ഒരാഴ്ച അമേരിക്ക ഇറാന് നേരെ ഏറ്റവും കടുത്ത ആക്രമണങ്ങളിൽ ഒന്ന് നടത്താനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ചെറിയ തോതിലുള്ള ആണവായുധ പ്രയോഗം പോലും ആയേക്കാമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനെതിരെ അറ്റകൈ പ്രയോഗം നടത്താതെ ഇനി അമേരിക്കയ്ക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്ന മൈനുകൾ എടുത്തു കളയാൻ വേണ്ടി, നിർവീര്യമാക്കാൻ വേണ്ടി അമേരിക്കയുടെ പടക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് നീങ്ങുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടപ്പോഴാണ് വന്ന കപ്പലുകളെയൊക്കെ അതേ വേഗത്തിൽ തിരിച്ചയച്ചുവെന്ന് പറഞ്ഞ് ഇറാൻ അമേരിക്കയുടെ ഗീർവാണത്തിൻ്റെ മുനയൊടിച്ചത്. അതോടുകൂടി ലോകത്തിന് മുന്നിൽ അമേരിക്ക വീണ്ടും അതിഭയാനകമായ വിധത്തിൽ നാണം കെടുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം തങ്ങൾ ഒരുക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 45 ദിവസം മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം പലതവണ അദ്ദേഹം അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമുസ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് ട്രംപ് കടലിടുക്ക് എന്ന് പേരിടുമെന്ന് വരെ പറഞ്ഞു. പക്ഷേ ഒന്നും നടപ്പായില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിനിപ്പോൾ അമേരിക്കയെ, ട്രംപിനെ വിശ്വാസമില്ല. ഇറാൻ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അതായത് ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. അവർ മാപ്പിരക്കാനോ ഷൂതക്കാനോ പോകാറില്ല. അവർ കൃത്യമായ നിലപാടിൽ ഉറച്ചാണ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരാഴ്ച അമേരിക്ക വലിയ പ്രകോപനത്തിലായിരിക്കുന്ന ഈ സമയം എന്തും സംഭവിക്കാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇതുവരെ പ്രയോഗിക്കാത്ത വിധത്തിലുള്ള അതിമാരകമായ ബോംബുകളും മിസൈലുകളും ഒക്കെ ഇറാന് നേരെ പ്രയോഗിച്ചേക്കാം. ഒരുപക്ഷെ ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങൾ തകർത്തേക്കാം, ആണവ കേന്ദ്രങ്ങൾ തകർത്തേക്കാം, യുറേനിയം മോഷ്ടിച്ചുകൊണ്ടും പോയേക്കാം. കാരണം അമേരിക്കയ്ക്ക് ഇറാൻ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയത്തിൽ കാര്യമായ കണ്ണുണ്ട്. ഇതിനു മുമ്പ് ഒരു തവണ ആ യുറേനിയം മോഷ്ടിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നുവെന്നും ഇറാൻ അത് പരാജയപ്പെടുത്തിയെന്നും വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കടുത്ത നിരാശയിലായ ട്രംപ് ഇനി എന്തൊക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് മുന്നിലുള്ളത്. പക്ഷേ ഒന്നുറപ്പാണ്, ഹോർമുസ് കടലിടുക്ക് ഒരിക്കലും അമേരിക്കയ്ക്ക് ഇറാൻ വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വലിയ സന്നാഹങ്ങൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് വരുന്ന സൈനികർ സജ്ജമാണ്. അതോടൊപ്പം മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള നിരവധി അത്യാധുനിക സൗകര്യങ്ങളുമായി, അല്ലെങ്കിൽ അത്യാധുനിക ആയുധ ശേഖരങ്ങളുമായി ചൈനീസ് കപ്പൽ ഇറാൻ തീരത്തേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വന്നാൽ ഒന്ന്, ഈ യുദ്ധം കൂടുതൽ വ്യാപിക്കും, ഒരു മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. റഷ്യ ഇപ്പോൾ തന്നെ ഇറാനെ സഹായിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ റഷ്യയും ഇറാനും ചൈനയും ഒക്കെ ചേരുന്നൊരു ശാക്തിക ചേരി അമേരിക്ക, ഇസ്രായേൽ, പാശ്ചാത്യ ചേരിക്ക് നേരെ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അത് യുദ്ധം വിപുലപ്പെടുന്നതിന് കാരണമാകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കൂടിയാകുമെന്നുള്ളതാണ് ഇതിലേറ്റവും ദയനീയമായ കാര്യം. അതായത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ താങ്ങി നടന്നതിന് ശിക്ഷ കിട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കളമൊരുക്കി കൊടുത്തതിൻ്റെ ഫലം ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഗൾഫിലേക്ക് ആക്രമണങ്ങൾ കടുക്കും തോറും അത് ഈ ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കും, എണ്ണ അവൈലബിലിറ്റിയെ, എണ്ണ ലഭ്യതയെ ബാധിക്കും. അതായത് ഗൾഫിലെ ഏതെങ്കിലും ഒരു ഓയിൽ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടാൽ, എണ്ണ സംഭരണ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ, എണ്ണയാണ്, ഒരു തരി തീ വീണാൽ മതി അത് മുഴുവൻ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്രയും എണ്ണ വീണ്ടും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അത്രയും കാലം ഒരു പക്ഷേ വലിയ വിലക്കയറ്റവും എണ്ണക്ഷാമവും ലോകത്തുണ്ടായേക്കാം. അല്ലെങ്കിൽ ഇറാനിൽ കെട്ടിക്കിടക്കുന്ന എണ്ണ വിൽക്കാനായി അമേരിക്ക അനുവദിക്കണം. ഒരുപക്ഷെ അതിനുവേണ്ടി കൂടിയുള്ള സമ്മർദ്ദമായിരിക്കാം ഇറാൻ
ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങളിലേക്കും ഓയിൽ റിഫൈനറികളിലേക്കും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങളുടെ ലക്ഷ്യം, അതായത് അവിടങ്ങളിൽ എണ്ണക്ഷാമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ എണ്ണയെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. ഒടുവിൽ ഗതികെട്ട് അമേരിക്ക തന്നെ ഇറാൻ്റെ എണ്ണ വിൽക്കാനുള്ള അനുമതി കൊടുക്കുകയും ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഒരു പക്ഷേ ഇറാൻ ഉണ്ടായിരിക്കാം. ഡെമോക്ലീസിൻ്റെ വാള് പോലെ അമേരിക്കയ്ക്ക് മുകളിൽ ഇറാൻ്റെ നീക്കങ്ങൾ ഇങ്ങനെ തൂങ്ങിയാടുന്ന സാഹചര്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അമേരിക്കയുടെ ബാന്ധവം ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഗുണകരമാണ് എന്ന സാഹചര്യമുണ്ടെങ്കിലും മറുവശത്തിപ്പോൾ ഇറാൻ്റെ പകയ്ക്ക് ഗൾഫ് രാജ്യങ്ങൾ പാത്രമാകുന്നതിൻ്റെ, അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തമാണ്. എന്തായാലും ഈ ഒരാഴ്ച അതീവ ഗുരുതരമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉള്ളത്. അതിൽ തന്നെ ഇന്ന് രാത്രി എന്തും സംഭവിക്കാനുള്ള ചില സാധ്യതകളുണ്ട്. കാരണം കടുത്ത നിരാശയിലാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോയത്. അവിടെ ചെന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ഇറാൻ തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ തയ്യാറല്ല. ആണവ ശക്തി കുറയ്ക്കാം എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. ആണവ ബോംബുകൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഇറാൻ ഇതുവരെ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല എന്നൊക്കെയാണ് JD വാൻസ് അമേരിക്കയിലെത്തിയിട്ട് പറഞ്ഞത്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആണവ കരാറിൽ ഒപ്പിടണം എന്ന് ഇറാനോട് അമേരിക്ക പറഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ ഇറാൻ ലോകത്തോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആണവായുധം ആവശ്യമില്ല, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല, ഞങ്ങളുടെ ആണവ പ്ലാന്റുകൾ ലോകത്തിന് മുഴുവൻ തുറന്നു കിടക്കുകയാണ്, നിങ്ങൾ വന്ന് സന്ദർശിച്ചോളൂ എന്ന് പലതവണ ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ലോകത്തോട്. അപ്പോൾ ഈ കഴിഞ്ഞ ചർച്ചയിൽ, അല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ പരാജയപ്പെട്ട ചർച്ചയിൽ ഇറാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ കൊടുത്ത് ഒടുവിൽ ഇറാൻ്റെ കുഴപ്പം കൊണ്ട് ഈ വെടിനിർത്തൽ കരാർ നടപ്പാകാതെ പോയി എന്ന നിലയിലേക്കൊരു ചർച്ചയുണ്ടാക്കാനായിരിക്കും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചതിയുടെ പാരമ്പര്യം ഏറ്റവും അടുത്ത് തിരിച്ചറിഞ്ഞവരാണ് ഇറാൻ. അയത്തുള്ള അലി ഖാംനെയിയെ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയും യുദ്ധം ഏകപക്ഷീയമായി ആരംഭിക്കുകയും ചെയ്തവരാണവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരും നെറിയും കുറെ കുറവുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവരെ വിശ്വസിച്ച് ഈ ചർച്ചയുടെ ഫലം വരുന്നത് വരെ കാത്തിരിക്കാനൊന്നും ഇറാൻ തയ്യാറായിരുന്നില്ല. ഇറാൻ അവരുടെ സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വരുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ശേഷി ഇപ്പോഴും അതിശക്തമായി തന്നെ ഉണ്ട് എന്ന് US ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തതായി വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഭയപ്പെടാനൊന്നുമില്ല. ഈ ഒരാഴ്ച ഇറാൻ്റെ മുഴുവൻ വജ്രായുധങ്ങളും അവർ പുറത്തെടുക്കും. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ഗൾഫ് മേഖല ഒന്നാകെ നിന്ന് കത്തുന്ന വിധത്തിലുള്ള അതിഭയാനകമായ ആക്രമണങ്ങളായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതായത് ഇനി ഇറാൻ തീരുമാനിക്കും ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്താണ് എന്ന്. അല്ല, അത് മറ്റൊരു രീതിയിൽ പറയാം, ഇറാൻ തീരുമാനിച്ചാലേ ഈ യുദ്ധം അവസാനിക്കൂ. ഇറാൻ പറയുന്നതൊക്കെ അംഗീകരിച്ച്, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന സുപ്രധാനമായ കാര്യങ്ങൾ, അതായത് ഇറാനുമേലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കൽ, അതുപോലെ ഇറാന് നഷ്ടപരിഹാരം നൽകൽ, ഇറാൻ്റെ എണ്ണ വിൽക്കാനുള്ള അനുമതി, ഇറാൻ്റെ പരമാധികാരം സംരക്ഷിക്കൽ തുടങ്ങി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രപ്രധാനമായ, ഇപ്പോൾ ഹോർമുസിലെ നിയന്ത്രണത്തിലൊക്കെ ചിലപ്പോൾ ഒരു ഇളവ് വന്നേക്കാം, അല്ലെങ്കിൽ അത്രയും കടുത്ത അവിടെ ഒരു നിയന്ത്രണം ഇറാന് നൽകാൻ അമേരിക്ക സമ്മതിക്കില്ലായിരിക്കാം. ഇറാനും ഒരു പക്ഷേ അത്രയും ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഉപരോധം നീക്കലടക്കമുള്ള നിർണായകമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇറാൻ്റെ സകല പ്രതിസന്ധികളും അവസാനിക്കും. ഇറാൻ അതിവേഗത്തിൽ കുതിച്ചുയരും. അതുകൊണ്ട് തന്നെ ഇറാനെ ഇല്ലാതാക്കാൻ നടപ്പാക്കിയ ഈ യുദ്ധം കൊണ്ട് ഇറാൻ നേട്ടമുണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്ന പ്രതികാരവാശിയിലാണ്. ആ പ്രതികാരം വിജയിക്കാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാൻ തങ്ങൾ പറയുന്നതൊക്കെ കേട്ട് തങ്ങളുടെ കാൽക്കൽ വീഴുമെന്ന അമേരിക്കയുടെ പ്രതീക്ഷയാണ് എന്നേക്കുമായി ഇല്ലാതായത്. ആദ്യമേ പറയട്ടെ, മറ്റേതെങ്കിലും ഒരു രാജ്യമായിരുന്നു ഇറാൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതോടകം അമേരിക്കയുടെ ഷൂ നക്കി അമേരിക്കയുടെ അടിയാളന്മാരായി മാറിയിട്ടുണ്ടാകും. ഇവിടെ ഇറാൻ ചങ്കൂറ്റമുള്ളത് കൊണ്ട് മാത്രമല്ല, രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും സംരക്ഷിക്കപ്പെടണമെന്ന വാശി ആ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ്
അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്കാൻ ആ ജനത തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനുമേൽ വിജയം സ്ഥാപിക്കാൻ, ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തതും ഇറാൻ പരാജയപ്പെടാതെ ഇരിക്കുന്നതും. ലോകത്ത് തന്നെ അമേരിക്കയ്ക്ക് ഇത്രയും വലിയ ഒരു തിരിച്ചടി, ഇത്രയും ശക്തമായ തിരിച്ചടി, ഇത്രയും വലിയ ഇച്ഛാഭംഗം, ഇത്രയും വലിയ കണക്കുകൂട്ടലുകളിലെ പിഴവ് ഉണ്ടായിട്ടുള്ള മറ്റൊരു യുദ്ധവും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്തായാലും ഇറാനെ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലാക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് വീണ്ടും 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 ഭയാനകമായ തിരിച്ചടികൾ കിട്ടുകയും ഇനിയുള്ള ഒരാഴ്ച എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പശ്ചിമേഷ്യ വലിയ ആശങ്കയിലാണ്. നമ്മളൊക്കെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇനിയും യുദ്ധം രൂക്ഷമായാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറും. എണ്ണവില കുതിച്ചുയരുന്നതടക്കം വിലക്കയറ്റവും മാന്ദ്യവും സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അമേരിക്കൻ കമ്പനികളെപ്പോലും മൈക്രോസോഫ്റ്റിനെയും ഗൂഗിളിനെയും ഈ പറയുന്ന ആമസോണിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ, ഇൻ്റർനെറ്റ് ശൃംഖലയെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലേക്കൊക്കെ ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചേക്കാം. ഹോർമുസ് കടലെടുക്കിന് പിന്നാലെ ചെങ്കടൽ, ബാബൽ മന്ദബ് കടലെടുക്ക്, സൂയസ് കനാൽ ബ്ലോക്ക് ചെയ്യാൻ ഹൂത്തികളും കൂടി ഇറങ്ങിത്തിരിച്ചാൽ ലോകത്തിലെ കപ്പൽ ഗതാഗതം തന്നെ താറുമാറാകും. പല വ്യവസായ സംരംഭങ്ങളും അവരുടെ പ്രൊഡക്ഷനും ഒക്കെ നശിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ യുദ്ധം വീണ്ടും തുടരണമെന്ന ഇസ്രായേലിൻ്റെ ആഗ്രഹത്തിന് വഴിപ്പെട്ട് ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചർച്ചകൾ കുളമാക്കിയതാണ് അമേരിക്ക എന്ന വാദം വരുമ്പോൾ, ഇറാനെ കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി സജ്ജരാകുന്നതിൻ്റെ ഭാഗമായി ഇവർ ചർച്ചകൾ മുടക്കിയതാണ്, അല്ലെങ്കിൽ ചർച്ചകൾ ശുഭകരമായി അവസാനിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക ദുർവാശി കാണിച്ചതാണ് എന്ന വാദങ്ങൾ വരുമ്പോൾ ഇറാനും അടങ്ങിയിരിക്കുന്നില്ല. അടിക്ക് അതിശക്തമായ തിരിച്ചടി, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലയിലുള്ള അതിഭയാനകമായ തിരിച്ചടികൾ നൽകാൻ ഇറാനും ശക്തരാണ്. ലോകം വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ, ആശങ്കകൾ പ്രകടവുമാണ്.